ഈ ദിനങ്ങളുടെ രാഷ്ട്രീയം അതുകൊണ്ട് വളരെയേറെ പ്രധാനപ്പെട്ട ഒന്നാണ്. അതിൻ്റെ കെടുതിയെപ്പറ്റി ഉള്ള ആശങ്കയിൽ നിന്നാണ് അവർ ബീഹാർ രാഷ്ട്രീയത്തിൽ ഒരു നദികെട്ട കളി കളിച്ചത്. നിതീഷ് കുമാറിനെ പാട്ടിലാക്കിയതുകൊണ്ട് മോദി ഗവൺമെൻറ്റിൻ്റെ തിന്മകൾ വെള്ളമൊച്ചപ്പെടുകയില്ല. പോയത് നിതീഷ് കുമാറാണ്. പക്ഷേ ആ നിതീഷ് കുമാറിനെ കൊണ്ട് മോദി ഗവൺമെൻറ്റിൻ്റെ നയപരാജയത്തെ മുടിവെക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഇന്ത്യ സഖ്യത്തിൻ്റെ രാഷ്ട്രീയം തോറ്റുവെന്ന് ആരും ചിന്തിക്കേണ്ടതില്ല. ഇന്ത്യ സഖ്യം കെട്ടിപ്പടുക്കപ്പെട്ടത് നിതീഷ് കുമാറിൻ്റെ അടിത്തറമേലല്ല. അത് കെട്ടിപ്പടുക്കപ്പെട്ടത് മതേതര ജനാധിപത്യ ഇടതുപക്ഷ വീക്ഷണത്തിൻ്റെ അടിത്തറയിലാണ്. ആ അടിത്തറയാണ് ഇന്ത്യ സഖ്യത്തിൻ്റെ അടിത്തറ. അതിൽ നിന്ന് നിതീഷ് കുമാർ പോയി ആ പോക്ക് അവസരവാദിയായ ഗയാറാം രാഷ്ട്രീയത്തിൻ്റെ സർവകാല വക്താവായി തെളിയിക്കപ്പെട്ട ഒരാളിൻ്റെ നാണം കെട്ട കൂറുമാറിലാണ്. അതിനപ്പുറത്ത് അതിന് വേറെ അർത്ഥമൊന്നുമില്ല. വളരെ വൈകാതെ JDU വില കൊടുക്കേണ്ടി വരും ഈ കൂറുമാറ്റത്തിൻ്റെ. അതിനകത്തുള്ള നീതിബോധമുള്ളവർ ചിലപ്പോൾ JDUവിൽ നിന്നും മാറി പുറത്തു വന്നേക്കാം. ചിലപ്പോൾ JDUവിലെ അവശിഷ്ട ഭാഗം BJPയോട് പൂർണ്ണമായിട്ടും സന്ധി ചെയ്തേക്കാം. JDU ഇതുവരെ പറഞ്ഞു പോന്ന സോഷ്യലിസ്റ്റ് പാരമ്പര്യങ്ങളെല്ലാം ഹിന്ദുത്വ ഫാസിസ്റ്റ് രാഷ്ട്രീയത്തിൻ്റെ ഒരു ചൂലായി മാറിയേക്കാം. അതിനെപ്പറ്റി എല്ലാമുള്ള ചർച്ചകൾ നടക്കട്ടെ. ബീഹാറിലടക്കം എല്ലാ സ്ഥലങ്ങളിലും ഈ പിന്തിരിപ്പൻ കോർപ്പറേറ്റ് അനുകൂല നയങ്ങളുമായി പോകുന്ന BJP ഗവൺമെൻറ്റിനെ പരാജയപ്പെടുത്താൻ വേണ്ടിയുള്ള മഹാസമരത്തിൽ ഇന്ത്യ സഖ്യത്തിൻ്റെ രാഷ്ട്രീയം വിജയം വരിക്കും. അതിൽ ലെഫ്റ്റിന് വലിയ പങ്ക് വഹിക്കാനുണ്ട്. എണ്ണത്തിൽ ചെറുതാണ് ലെഫ്റ്റ്, CPIയും CPMഉം. പക്ഷേ ഇന്ത്യ സഖ്യം ഉയർത്തിയെടുക്കുന്ന രാഷ്ട്രീയം, ആ രാഷ്ട്രീയത്തിൻ്റെ ശരികൾ അതിൻ്റെ സിമെൻറ്റിങ് ഫാക്ടറായി ഇടതുപക്ഷം അതിൻ്റെ പങ്ക് നിറവേറ്റും. അങ്ങനെ പങ്കുവയ്ക്കുമ്പോൾ കേരളത്തിലും ബംഗാളിലും ഞങ്ങളുടെ സമരം വ്യത്യസ്തമായിരിക്കും. കേരളത്തിൽ LDF UDF ആയിരിക്കും മത്സരിക്കുക. ആ LDF മത്സരത്തിന് ഒരു യുക്തിയുണ്ട്, രാഷ്ട്രീയ യുക്തിയുണ്ട്. അത് പറയാനാണെങ്കിൽ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഒരു പോസിബിലിറ്റിയാണ്, സാധ്യതയാണ് ഒരു തൂക്ക് പാർലമെൻറ്റ്, ഹങ് പാർലമെൻറ്റ്. ഒരു തൂക്ക് പാർലമെൻറ്റ് വന്നാൽ ആ തൂക്ക് പാർലമെൻറ്റിൽ ഒരു പാർട്ടിക്കും ഒറ്റയ്ക്ക് ഭൂരിപക്ഷമാകാത്ത അവസ്ഥയാണല്ലോ തൂക്ക് പാർലമെൻറ്റ്. അപ്പോൾ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിക്ക് ഒരു പ്രാധാന്യം വരും. ആ ഒറ്റക്കക്ഷിയായിരിക്കും രാഷ്ട്രപതി ആദ്യം വിളിക്കേണ്ടത്. ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി അഥവാ BJP മാറിയാൽ അപ്പോൾ ഇന്ത്യൻ രാഷ്ട്രീയം സവിശേഷമായൊരു സന്നിഗ്ധമായ ഘട്ടത്തിലെത്തിച്ചേരും. ആ രാത്രിയിൽ അദാനി രംഗത്തിറങ്ങും, ചാക്കു നിറയെ പണവുമായി MPമാരെ വിലക്കെടുക്കാൻ. ഒരു അദാനിയല്ല, അദാനിമാർ, ദ ക്ലാൻ ഓഫ് അദാനീസ് രംഗത്തിറങ്ങും. ആ രാത്രിയിൽ തന്നെ EDയും IT-യും CBIയും എന്ന് വേണ്ട എല്ലാ ഏജൻസികളും രംഗത്ത് വരും. ഓരോ MPയുടെയും വീടിൻ്റെ വാതുക്കൾ മുട്ടി വിളിക്കും. ആ ഘട്ടം വന്നാൽ ഉറപ്പായും ഞങ്ങൾ പറയുന്നു, അപ്പോൾ ഇളകാത്ത പതറാത്ത നിലപാടുമായി ഇന്ത്യ സഖ്യത്തിൻ്റെ രാഷ്ട്രീയത്തിൻ്റെ ശക്തിക്ക് വേണ്ടി നിൽക്കുന്നത് ഇടതുപക്ഷം മാത്രമായിരിക്കും. അങ്ങനെ വന്നാൽ ഇളകാത്ത ആരുണ്ട് കോൺഗ്രസിൽ? നമ്മൾ BJPയുടെ ചാക്കുമായി നിതീഷ് കുമാറിനെ പിടിക്കാൻ വേണ്ടി കരുക്കൾ നീങ്ങിയ ആ രാത്രിയിൽ കണ്ടല്ലോ, ബീഹാറിൽ കണ്ടല്ലോ. കുറേ കോൺഗ്രസ് MLAമാരെ കാണാനില്ല, ആർക്കും അറിയില്ല അവരോട് പോയിരുന്നു. കോൺഗ്രസ് പാർട്ടിക്കും അറിയില്ല, ആർക്കും അറിയില്ല. അതാണ് കോൺഗ്രസ്. BJPക്ക് ആവശ്യം വന്നാൽ കോൺഗ്രസിലെ പല MLAമാരെയും MPമാരെയും കാണാതെ പോകും. അവർ പൊങ്ങിയാൽ പിന്നെ പൊങ്ങുക BJP പാളയത്തിലായിരിക്കും. ഇന്ത്യൻ രാഷ്ട്രീയം പലവട്ടം കണ്ടു. അതൊരു കോൺഗ്രസിൻ്റെ ഒരു MP ജയിച്ചു വന്നാൽ ആ MP ആവശ്യം വന്നാൽ BJPക്ക് വേണ്ടി കൈവക്കും.
കൈവക്കില്ല എന്നുറപ്പുള്ള ഒറ്റ പക്ഷമുള്ളത് ഇടതുപക്ഷം മാത്രമാണ്. അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറയുന്നത് കേരളത്തിലെ 20 എംപിമാരും ഇടതുപക്ഷക്കാരായാൽ ഇന്ത്യ സഖ്യത്തിന് വേണ്ടി കൈവക്കാൻ 20 പേർ ഉണ്ടാകുമെന്നുറപ്പാണ്. 1-2 പേർ അതിൽ കോൺഗ്രസ്സുകാരായി പോയാൽ അത്തരം ആളുകൾ BJPയുടെ ആവശ്യം വന്നാൽ കൈവക്കാൻ വേണ്ടിയുള്ള ഒരു കൈവതശേഖരമായിട്ട് മാറിപ്പോയേക്കാമെന്നും ഇന്ത്യക്കറിയാം. അതുകൊണ്ട് വ്യത്യസ്തമായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറയുന്നു, ഇന്ത്യ സഖ്യത്തിൻ്റെ രാഷ്ട്രീയത്തിൻ്റെ യഥാർത്ഥ ശക്തികളായി നിൽക്കാൻ കെൽപ്പുള്ളത് LDFനാണ്, ലെഫ്റ്റിനാണ്. അത് ഞാൻ ഇവിടെ പറയുകയാണ്.